ഹോം തിയേറ്ററിന്റെ ട്രാൻസ്ഫോമർ കംപ്ലൈന്റ് ആയാൽ, അതായത് അത് റിപ്പയർ ചെയ്യാൻ പറ്റാത്ത വിധത്തിൽ വളരെ മോശമായ രീതിയിൽ കംപ്ലൈന്റ് ആയാൽ എങ്ങനെ നമുക്ക് സർവീസ് ചെയ്തെടുക്കാന്നുള്ളതിനെ പറ്റിയുള്ള ഒരു ഓപ്ഷൻ ആണ് ഈ വീഡിയോയിൽ പറയുന്നത്. ഇത് ഇപ്പൊ ഈ ട്രാൻസ്ഫോമർ നോക്കുക, ഇത് അഴിച്ചു കഴിഞ്ഞപ്പോൾ ഇതിന്റെ ബോബിൻ മൊത്തത്തിൽ പൊടിഞ്ഞു കിടക്കുകയാണ്. അതായത് നമുക്ക് അത് ബോബിൻ ഇല്ലാതെ വൈൻഡിങ് വളരെ പ്രയാസമാണ്. അപ്പോൾ മറ്റൊരു ബോബിൻ ഒപ്പിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം വരുമ്പോൾ വളരെ ബുദ്ധിമുട്ടാവും. നമുക്ക് ആ റിക്കവർ ചെയ്തെടുക്കാൻ വളരെ ബുദ്ധിമുട്ടാവും. ഇത് നോക്കിയാൽ ഇത് ഇപ്പൊ ആഴ്ചയിൽ തന്നെ ബോബിൻ പൊടിഞ്ഞതിന്റെ പേരിൽ ഈ കോയിൽ അടക്കളകി പോകുന്നു. അപ്പൊ നമുക്ക് വേണ്ടത് ഇതേപോലെ ട്രാൻസ്ഫോമർ പുതിയത് വൈൻഡ് ചെയ്യുക, അതാണ് അതിന്റെ ഓപ്ഷൻ. അപ്പൊ വൈൻഡ് ചെയ്യാൻ കിട്ടുന്നില്ലെങ്കിൽ, ബോബിൻ ഇല്ലാതെ അധിക സ്ഥലത്തൊന്നും വൈൻഡ് ചെയ്ത് കിട്ടില്ല, വൈൻഡ് ചെയ്യാൻ ഒരു സാഹചര്യം ഇല്ലെങ്കിൽ നമുക്ക് എക്സ്ട്രാ ട്രാൻസ്ഫോമർ വെച്ചിട്ട് അത് റിക്കവർ ചെയ്യാം. ഇതാണിപ്പോ ഈ ഹോം തിയേറ്ററിന്റെ ബോഡി. അപ്പൊ ഇതിനകത്ത് നിങ്ങൾക്ക് ഈ കാണുന്നതാണ് നമ്മുടെ പവർ സപ്ലൈന്റെ കണക്ടർ. ട്രാൻസ്ഫോമറിന്റെ ഔട്ട് ഇവിടെ കൊടുക്കുന്നത്. അപ്പൊ ഇതിനകത്ത് നമുക്ക് കാണാൻ പറ്റുന്നത് 5 പിന്നാണ്. 5 പിന്ന് വരുമ്പോൾ ഓരോ സപ്ലൈയും സെന്റർ ടൈപ്പ് ആയിട്ട് വരുന്നത്. അതായത് ഇതിന്റെ ഫസ്റ്റത്തെ 1, 2, 3 പിന്ന് ഒരു സപ്ലൈ, അത് സെന്റർ ടൈപ്പ് ആണ്. അപ്പൊ ഈ സെന്ററിലാണ് ഇതിന്റെ ഗ്രൗണ്ട് കണക്ഷൻ ഉള്ളത്, ഞാൻ കാണിച്ചു തരാം. അതേപോലെ മറ്റ് അടുത്ത സപ്ലൈ വരുന്നത് 1, 2, 3 അതിന്റെയും രണ്ടിന്റെയും കോമൺ ഗ്രൗണ്ട് ആയിട്ടാണ് ഈ സെന്റർ പിൻ ഉള്ളത്. അതായത് ഈ സപ്ലൈയുടെയും സെന്റർ ടാപ്പ് ഈ ഒരു പിന്നാണ്. അതേസമയം ഇതിന്റെ രണ്ടിന്റെയും സപ്ലൈ വോൾട്ടേജ് വ്യത്യാസമുണ്ട്. ഇത് 50 വോൾട്ട് വരുമ്പോൾ ഇതിനകത്ത് ഈ ഒരു ട്രാൻസിസ്റ്റർ ആംപ്ലിഫയർ ആണ് ഇതിന്റെ സബ് ഓഫറിന് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പൊ ഇതിനകത്തേക്ക് വരുന്നത് ഈ 24 വോൾട്ട് സപ്ലൈ ആണ്. അതുകൊണ്ട് ഇവിടെ വലിയ കപ്പാസിറ്ററും അതിന്റെ ഫിൽറ്ററിംഗും വ്യത്യാസമുണ്ട്. അതിന്റെ സപ്ലൈയും കാര്യങ്ങളും അതിന്റെ റെക്ടിഫയർ ഒക്കെ ഇവിടെ കാണാം. അപ്പോൾ അത് സെപ്പറേറ്റ് ആയിട്ടാണ് പോകുന്നത്. അതേപോലെ ഇത് TDI 2030 5 ചാനൽ സ്പീക്കേഴ്സിനുള്ള സപ്ലൈ ആണ്. അത് 12 വോൾട്ട് ആണ് വരുന്നത്. അപ്പൊ അതും ഇതേ കണക്ടർ തന്നെയാണ് വരുന്നത്. അതിന്റെ സെപ്പറേറ്റ് ഡയോഡും റെക്ടിഫയറും ഇവിടെ കാണാം. അപ്പൊ ഇതാണ് അതിലേക്ക് ചെയ്ത 2 ട്രാൻസ്ഫോമർ. അപ്പൊ ഇതിൽ ഒന്ന് ഇത് 12 വോൾട്ട് സപ്ലൈ ആണ്, ഇത് 24 വോൾട്ട് സപ്ലൈ ആണ്. ഇതിന്റെയും ഔട്ട്പുട്ട് സെന്റർ ടാപ്പ് ഔട്ട്പുട്ട് ആണ്. അപ്പൊ ഇത് ഞാൻ ഇതിന്റെ പഴയ ട്രാൻസ്ഫോമർ കാണിക്കാൻ പറ്റാത്ത രൂപത്തിൽ പൊടിഞ്ഞിട്ടാണ് എനിക്ക് കിട്ടിയത്. അത്രയ്ക്കും നശിച്ചു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ കണക്ഷൻ എനിക്ക് ഇവിടെ ഞാൻ ചെക്ക് ചെയ്ത് ഒക്കെ പണി കഴിഞ്ഞതിന് ശേഷമാണ് നമുക്ക് വീഡിയോയെ പറ്റി ആലോചിച്ചത്. അപ്പോൾ അത് ചെയ്യണമെന്ന് വിചാരിച്ചിട്ടല്ല ഈ വർക്കൊക്കെ എടുത്തത്. അപ്പോൾ അത് കഴിഞ്ഞു പോയി വർക്ക്. അപ്പോൾ അതുകൊണ്ട് ഇനി രണ്ടാമത് ചെയ്യണ്ടല്ലോ. നമ്മളൊന്ന് വിശദമായിട്ട് പറഞ്ഞു തരാം. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ഈ ബോർഡിൽ ഈ കണക്ടർ ഇവിടെയാണ് നമ്മുടെ ട്രാൻസ്ഫോമറിന്റെ ഇൻപുട്ട് കിടക്കുന്നത്. അപ്പൊ ഇതിലേക്ക് നമുക്ക് 2 സെക്ഷനാണുള്ളത്, ഒന്ന് ഈ വോൾട്ടേജ്, ഒന്ന് ഈ വോൾട്ടേജ്. അപ്പൊ ഇതിൽ ഈ റെഡ് വയർ കാണുന്നതാണ് 24 വോൾട്ട്, അതുപോലെ വൈറ്റ് വയർ കാണുന്നതാണ് 12 വോൾട്ട്. അത് രണ്ടിന്റെയും സെന്റർ ടാപ്പ് ആണ് ഈ സെന്ററിൽ കാണുന്നത്. അപ്പൊ രണ്ടിനും കൂടി ഒറ്റ ട്രാൻസ്ഫോമർ ആയിരുന്നതുകൊണ്ട് അതിന്റെ രണ്ടിന്റെയും സെന്റർ ടാപ്പ് അവിടെ ഷോർട്ട് ചെയ്ത് എടുത്തിരുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് ഏകദേശം കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും എന്താ ചെയ്യേണ്ടത്. അപ്പൊ സെന്റർ ടാപ്പ് ട്രാൻസ്ഫോമർ എന്താ മനസ്സിലായല്ലോ. നമുക്ക് ഔട്ട്പുട്ടിൽ വരുന്നത് 3 വയർ ഉണ്ടാവും ട്രാൻസ്ഫോമറിന്റെ. അതായത് ഇത് 24/0/24 അങ്ങനെ വരിക. ഇത് 24ന്റെ ഒരു വൈൻഡിങ്, ഇത് 24ന്റെ ഒരു വൈൻഡിങ്. അതേപോലെ ഇവിടെ 12/0/12 കണ്ടല്ലോ. അപ്പൊ ഇത് 12ന്റെ ഒരു വൈൻഡിങ്, അടുത്ത വൈൻഡിങ്, അങ്ങനെ 2 കൂടുക. അപ്പൊ അത് രണ്ടിന്റെയും കൂടെ വൈൻഡിങ്ങിന്റെ കോമൺ പോയിന്റ് ആണ് സെന്റർ ടാപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത്, ഇതിന്റെ നടുവിലുള്ള വയർ. അപ്പൊ ഞാൻ എന്താ ചെയ്തിട്ടുള്ളതെന്ന് വെച്ചാൽ ഈ 12ന്റെയും ഈ 24ന്റെയും കൂടി സെന്റർ ടാപ്പ് നമ്മൾ എടുത്തിട്ട് ഒറ്റ ജോയിന്റ് ആക്കിയിട്ട് നമ്മുടെ ബ്ലാക്ക് വയർ കൊടുത്തിട്ടുണ്ട്. ഇത് രണ്ടും സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് വേണ്ട പോലെ തന്നെ ഈ കൺട്രോളിലേക്ക് കൊടുത്തു. വളരെ സിമ്പിളായ ഒരു കണക്ഷനാണ്, ഒന്നും ആലോചിക്കാനില്ല, സിമ്പിളായിട്ട് കൊടുക്കാം. അഥവാ ട്രാൻസ്ഫോമർ കിട്ടാനോ സംഘടിപ്പിക്കാനോ ബുദ്ധിമുട്ടായാൽ മാത്രം ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉപയോഗിക്കുക. ഏറ്റവും നല്ല അഭിപ്രായം കഴിയുന്ന അതന്നെ കിട്ടുമെന്ന് നോക്കുക. ഇല്ലെങ്കിൽ ഇത് ഇങ്ങനെ ഉപയോഗിച്ചിട്ട് നമുക്ക് വർക്കിംഗ് ആക്കാം. ഇതിന്റെ വോൾട്ടേജ് ചെക്ക് ചെയ്യുകയാണെങ്കിൽ എങ്ങനെ വരുന്നത് പറഞ്ഞുതരാം. അപ്പൊ നമ്മൾ മൾട്ടിമീറ്ററിൽ നമ്മളിവിടെ 50 വോൾട്ട് AC ഇട്ടുണ്ട്. നമ്മുടെ AC ആണല്ലോ ട്രാൻസ്ഫോമർ ഔട്ട്പുട്ട്. അപ്പൊ AC ഇട്ടുണ്ട്. അതുപോലെ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ ഞാൻ ഓൺ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഒരു വൈൻഡിങ് ആയിട്ട് ചെക്ക് ചെയ്യാം. അപ്പൊ ആദ്യം നമ്മൾ റെഡ് ചെക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് റെഡിൽ 24 വോൾട്ട് കാണിക്കണം. അതായത് മീറ്റർ ഇത് 50 ആയതുകൊണ്ട് സെന്ററിൽ പോയാൽ 24ന്റെ അടുത്ത് ഇവിടെ പോയി നിൽക്കണം. അപ്പൊ ഇതാണ് കാണിക്കുന്നത്. അപ്പോൾ അടുത്ത് ആ 2 കോയിലും ഒറ്റ വോൾട്ടേജ് ആണെന്നുള്ളത് മനസ്സിലാക്കാം. അടുത്തത് 12 വോൾട്ട് ആണ് നമ്മുടെ വൈറ്റ് വയർ. അപ്പൊ അതിൽ നമുക്ക് പറഞ്ഞതിന്റെ പകുതി റീഡിങ്ങിലാണ് ഇവിടെ നിൽക്കുന്നത്. അപ്പൊ ഇതിന് രണ്ടിനും കോമൺ ആയിട്ട് ഈ ഗ്രൗണ്ട് വർക്ക് ചെയ്തത് നിങ്ങൾ കണ്ടല്ലോ. അപ്പൊ ഇനി ഇത് വർക്കിംഗ് ആണോ എന്നറിയാം. നമുക്ക് ജസ്റ്റ് കണക്ട് ചെയ്യാൻ ഒന്ന് വർക്ക് ചെയ്ത് കാണിച്ചു തരാം. അപ്പൊ നമ്മുടെ ആ കണക്ഷൻ, ആ ട്രാൻസ്ഫോമർ കണക്ഷനിലൂടെ നമ്മൾ ഇത് ഓൺ ആക്കി. അപ്പൊ നിങ്ങൾ നോക്കിയാൽ കാണാം ഇതിവിടെ ഓൺ ആവുന്നുണ്ട്. അപ്പൊ ആ ലൈറ്റുകൾ കാര്യങ്ങളൊക്കെ എല്ലാം പെർഫെക്റ്റ് ആണ്. ഇനി ചെക്ക് ചെയ്താലും ഓക്കെ ആണ്. അപ്പൊ നമുക്ക് ചെക്ക് ചെയ്യാനല്ല അവിടെ പ്രശ്നം. നമ്മൾ പവർ സപ്ലൈന്റെ ആ ഒരു പ്രത്യേകതയാണ് നോക്കുന്നത്. പവർ സപ്ലൈ മാറ്റി വെക്കുമ്പോൾ അങ്ങനെ ബുദ്ധിമുട്ട് വന്നാൽ എന്ത് ചെയ്യുന്ന അവിടെ നോക്കിയില്ല. അപ്പൊ ഇങ്ങനെ ഒരു ഓപ്ഷനിലൂടെ നിങ്ങൾക്ക് അങ്ങനെയുള്ള ആ ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ പരിഹരിക്കും. ഇതൊരു ഓപ്ഷൻ മാത്രമാണെന്ന് ഞാൻ പ്രത്യേകം പറയുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കും. കഴിയുന്നതോ അതിന് അതിന്റെ ഒറിജിനൽ തന്നെ കിട്ടാനുള്ള ശ്രമം നടത്തുക. അപ്പൊ അവിടെ നല്ല മഴയുണ്ട്. അപ്പൊ അതുകൊണ്ട് കൂടുതൽ വീഡിയോ നീട്ടുന്നില്ല. വീഡിയോ യൂസ്ഫുൾ ആയാൽ ലൈക്ക് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ കാണാം.